ഹായ്, പുതിയൊരു വീഡിയോ സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഏജൻറ്റ് 2023 ഏപ്രിലിൽ റിലീസായ തെലുങ്ക് പടമാണ് ഏജൻറ്റ്. ആ സമയത്ത് കേരളത്തിൽ ഈ പെട്ടിയൊക്കെ വരുന്നത് വണ്ടി ഉണ്ടല്ലോ, പെട്ടി. അതുപോലെ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ പെട്ടി വന്ന് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ആ വണ്ടിക്കകത്ത് തന്നെ ഇരട്ടി സ്പീഡിൽ തിയേറ്ററുകാർ ഓടിച്ചു വിട്ട പടം. അങ്ങനെ ചെതരെടുത്ത് പെട്ടിക്കകത്തിരുന്ന് ചെതരെടുക്കാറായപ്പം അങ്ങോട്ട്, അതായത് സിനിമാക്കാർ അങ്ങോട്ട് OTTക്ക് പൈസ കൊടുത്ത്, അത് സോണി ലൈവി റിലീസ് ചെയ്ത പടം ഏജൻറ്റ്. എൻ്റെ റിവ്യൂലോട്ടാണ്. ഡയറക്ടർ സുരേന്ദ്ര റെഡ്ഡി. പുള്ളി എന്തോ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഇതിനകത്ത് അഭിനയിച്ചവർക്കും അറിയത്തില്ല. ഇതിനകത്ത് കുറേ പേരുണ്ട്, അവർക്ക് ആർക്കും പുള്ളി എന്തോ ഉദ്ദേശിച്ചിരിക്കുന്നത് അറിയത്തില്ല. ഇതിനകത്ത് പിന്നെ മെയിൻ കോമഡി എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂക്ക ഇതിനകത്ത് ഒരു പടം ചെയ്തിട്ടുണ്ട്. അതായത് അങ്ങോട്ട് തല വെച്ച് റോളാൻ വേണ്ടി കൊടുത്തതായിട്ടാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. പുള്ളിയുടെ ആദ്യത്തെ ഷോ, പടത്തിൻ്റെ ആദ്യത്തെ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വാണമിടിയിലാണ് കാണിക്കുന്നത്. വാണമിടിയിൽ എന്ന് പറഞ്ഞാൽ എവിടേക്ക് ഒരു വാണമിടിയിൽ, ആ വാണമിടിയിലിൻ്റെ VFX തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നല്ലോണം ഞാൻ വേണമെങ്കിൽ ചെയ്തു തരാമായിരുന്നു. അത് കാരണം ഈ കൈമാസ്റ്ററിലൊക്കെ ഇതിന് നല്ലോണം ചെയ്യാൻ പറ്റിയ മെത്തേഡ് പരിപാടികൾ ഇതിനകത്തുണ്ട്. പണ്ട് നമ്മൾ കാണുന്ന ജയ് ഹനുമാൻ, പിന്നെ ഓം നമഃ ശിവായ, ശക്തിമാൻ, ആര്യമാൻ, ഇങ്ങനെയൊക്കെയുള്ള ദൂരദർശനി പണ്ട് നടക്കുന്നത് എന്ന് വെച്ചാൽ ഈ ടെക്നോളജിക്ക് വളരുന്നതിന് മുമ്പ് അതിനകത്തിട്ട് അളന്നാൽ പോലും ഇതിലും നല്ല VFX ആ സമയത്ത് ചെയ്തേക്കുന്നേ തോന്നുന്നു. അത്രയ്ക്ക് ബോറ് VFX. പടം തുടങ്ങുന്നത് കേരള മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്ക് വെടികൊള്ളുന്ന വെച്ചാണ്. പുറകെ വെച്ചുള്ള ഷോട്ടാണ്. വെടിവെച്ച് പുള്ളി വീഴുന്ന കാണിക്കുന്നത്. പിന്നെ അങ്ങോട്ട് പുള്ളിയുടെ രണ്ടാമത്തെ ഇൻട്രോ, അതായത് സ്ലോ മോഷൻ നടന്നു വരുന്നത്. അത് കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ഈ ചാണകത്തിൽ ചവിട്ടിയിട്ട് ടൈൽസിൻ്റെ മണ്ടേ കൊണ്ട് നടക്കുമല്ലോ, അന്നേരം നമുക്ക് സ്പീഡിൽ നടക്കാൻ പറ്റത്തില്ല. സ്പീഡിൽ നടക്കാൻ പറ്റാത്തപ്പോൾ ഇത് പെതുക്കെ നടക്കും. അതാണ് പുള്ളിയുടെ ആ ഒരു എഡിറ്റിങ് അതിനകത്ത് കാണിച്ച് വെച്ചേക്കുന്നത്. പക്ഷേ പുള്ളിയുടെ കോസ്റ്റ്യൂംസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. പുള്ളിയുടെ കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞാൽ കഴുത്ത് പൊതിഞ്ഞ് വെച്ചേക്കുന്ന ഒരു ബനിയൻ. കാരണം എന്താ പറഞ്ഞാൽ 74 വയസ്സായ ചെറുപ്പക്കാരനല്ലേ, അതുകൊണ്ട് ഇതുപോലെ കഴുത്തിലുള്ള ചുളുക്കൊന്നും കാണാതിരിക്കാനായിരിക്കും അതുപോലെ കഴുത്ത് പൊതിഞ്ഞ് വെച്ചിട്ട് അങ്ങനെ പുള്ളി തുടങ്ങുന്ന അവസാനം വരെ അത് അങ്ങനെ തന്നെ കാണിച്ചു വെച്ചേക്കുന്നത്. കാരണം ഇത്രയും സമയമെടുത്ത് കണ്ടു തീർത്ത വേറൊരു മമ്മൂട്ടി പടമില്ല. ഇത് 3 ദിവസം എടുത്താണ് ഞാൻ ഈ ഒരു സിനിമ ഏജൻറ്റ് കണ്ടു തീർത്തത്. ഇത്രയും മമ്മൂക്ക അഭിനയിച്ച ഇത്രയും വർഷം അഭിനയിച്ചത് ഏറ്റവും ദുരന്ത പടത്തിൽ ഒന്നാമത് ഈ ഒരു പടം കൊടുക്കും. പുള്ളി വേറെ പടത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഹോബി എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതേപോലെ ട്രെയിൻ ചെയ്യുക. പുള്ളി ഒരു ഏജൻറ്റാണ്, അതായത് മിലിറ്ററി റോയൽ ഏജൻറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഇയാൾ കൊച്ചു പിള്ളേരെയൊക്കെ ഇൻസ്പയർ ആക്കി ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്ത് പിള്ളേരെ ഇതേപോലെ കൊണ്ടുവന്നിട്ട് അവർ ടെററിസ്റ്റ് ആക്കിയിട്ട് ഇയാൾ നേരിട്ട് പോരാടും. ഇതാണ് ഇതിൻ്റെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ. അങ്ങനെ തുടങ്ങി പോയി ഇയാൾക്ക് കുറേ ഇതാണ് ഇയാളുടെ മെയിൻ ജോലി ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് നായകനെ കാണിക്കുന്നുണ്ട്, അക്കിനേനി. ഞാൻ ഈ വേട്ടാവളിനെ എവിടുത്തെയാണെന്ന് ഞാൻ ഈ പടം കണ്ടിട്ട് വെറുപ്പിച്ച്, രണ്ടെണ്ണം ഞാൻ പറഞ്ഞു വരാം. ഇയാളുടെ ജോലി എന്ന് ഇയാൾക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏജൻ്റ് ആവണം. അക്കിനേനിക്ക്. അപ്പോൾ ഇയാൾക്ക് കുറേ ഇതുണ്ട്. ഇയാൾ ഇതുപോലെ പരീക്ഷ എഴുതുന്നുണ്ട്, ഏജൻറ്റിൻ്റെ എക്സാം എഴുതുന്നുണ്ട്, ഇതേപോലെ റിജക്റ്റ് ഒക്കെ ആവുന്നുണ്ട്. അങ്ങനെ 4ാമത്തെ ഇതിൽ ഇയാൾ ഇതുപോലെ എക്സാം എഴുതുന്ന എന്തുവാ, ഞാൻ ഇതുപോലെ നടരാജൻ്റെ പെൻസിലും കൊണ്ട് ബബിൾ ചെയ്യുന്നത്. അതായത് ഇപ്പം PSC എക്സാമും ഇതുപോലെ SSC എക്സാമും, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഓൺലൈനായിട്ടാണ്. അപ്പോൾ അവിടെ കമ്പ്യൂട്ടർ എക്സാം അവിടെ കൂടുതൽ നടക്കുന്നത്. SSC ഒക്കെ നിങ്ങൾ ചെയ്ത് കാണുമല്ലോ. അപ്പോൾ ഇത് അങ്ങനെയൊന്നുമല്ല. ഇതുപോലെ അവിടെ പോയി നടരാജൻ്റെ പെൻസിലും കൊണ്ട് പുള്ളി ബബിൾ ചെയ്യും. അതപ്പോൾ മായച്ചിട്ട് പിന്നെ കറപ്പിക്കാമല്ലോ. അതുകൊണ്ട് ആദ്യം തൊട്ട് ബബിൾ ചെയ്ത് പെൻസിലും കൊണ്ടാണ്. അപ്പോൾ പെൻസിലും കൊണ്ട് ആദ്യമായിട്ട് ബബിൾ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. എനിക്കറിയത്തില്ല, സിവിൽ സർവീസിൻ്റെ ഒക്കെ കൂട്ടുള്ള ഒരു എക്സാമാണ് ഇതൊക്കെ. ഞാൻ അത്രയും വലിയ എക്സാമൊന്നും അങ്ങനെ ആക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. എൻ്റെ അറിവിൽ 2 മഷീൻ കൊണ്ട് എഴുതാൻ പറ്റും. ഒന്ന് ബ്ലാക്കും ഒന്ന് ബ്ലൂ. ഇത് 2 അതിനകത്ത് അലൗഡ് ആവത്തുള്ളൂ. ബാക്കി പെൻസിലിൻ്റെ കാര്യമൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. പുള്ളി അവിടെ പോയിരുന്ന് എന്നിട്ട് എക്സാം പാസ്സായിട്ട് പിന്നെ ഇയാൾ അവിടെ പോയി ഇൻ്റർവ്യൂ ഉണ്ട്. സിവിൽ സർവീസിൻ്റെ പാസ്സായി കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, അതുപോലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അവിടെ പോയി കോളറൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ ഇൻ്റർവ്യൂറിൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോഴേ റിജക്റ്റ് ആക്കി വിടും. ഇത് ഞാനെങ്ങാണോ ആയിരുന്നു അവിടുത്തെ ഇൻ്റർവ്യൂ എങ്കിൽ അപ്പം പെടലി കടിയും കൊടുത്തിട്ട് ഇറങ്ങിപ്പോൾ പറഞ്ഞില്ല. അത് ഞാൻ ചെയ്തുള്ളൂ. അതേപോലെ ഉള്ള ഷോ ആയിരുന്നു അവിടെ വെച്ച് കാണിക്കുന്നത്. അപ്പം ഇതായി പിന്നെ ഇയാൾക്ക് ഹാക്ക് ചെയ്യണം. അങ്ങനെ അയാൾ ഹാക്ക് ചെയ്ത് അത് മമ്മൂട്ടി ഇതിനകത്ത് മഹാദേവൻ, കേരള മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഭയങ്കര ആരാധകനാണ് ഇതിനകത്ത് ഈ മേജർ മഹാദേവൻ്റെ. അങ്ങനെ ഇയാൾ ഇതിൻ്റെ ആരാധന മൂത്ത് ഇയാൾ ഇതേപോലെ അവരുടെ തന്നെ ഹാക്ക് ചെയ്ത് ഇവർ രണ്ടുപേരും കൂടെ ഇതാവുന്നുണ്ട്, ജോയിൻറ്റ് ചെയ്ത് മിഷൻ നടത്തുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര വിറ്റാണ്. ഇയാൾ ഈ മമ്മൂട്ടിയുടെ മെയിൻ ദുരന്തം എന്ന് പറഞ്ഞാൽ, ഇയാൾ ഇതേപോലെ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അതായത്
അനങ്ങാതിരിക്കും. അതൊരു ഗൂഗിൾ ക്ലാസ് ആണെന്ന് തോന്നുന്നു. ഇയാൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതിലുള്ള അന്തന്മാർ വെക്കുന്നതിൻ്റെ കൂട്ട്. അത് കഴിഞ്ഞ് ഇയാൾക്ക് എന്തോ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി തീ പിടിക്കും. തീ പിടിക്കുമ്പോൾ ഇയാൾ ചവിട്ടി തുറന്നിട്ട് ഇതിനകത്ത് കയറിയിരുന്ന് ഒരു അരമണിക്കൂർ തീ പിടിച്ചോണ്ടിരിക്കുക. തീ പിടിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇയാൾ ഇറങ്ങി വന്ന് നടക്കുന്നത്. എനിക്കൊന്ന് ഈ മേക്കപ്പ്മാർ ഇയാളുടെ പുറകിൽ തന്നെ കാണുമെന്ന് തോന്നി. ഈ കരിയും ഇതൊന്നും കാണുന്നില്ല. ഇയാൾക്ക് തീക്കകത്തൂടെ പോയാലും എന്തോ കരി ഇതിനകത്തൂടെ പോയാലും ഇയാളുടെ മുഖം ആണെങ്കിൽ ഗ്ലോ ചെയ്ത് എപ്പോഴെപ്പോഴും മേക്കപ്പ്മാർ കരി പൊളിക്കുമ്പോൾ മാറ്റുന്നുണ്ടെന്ന് തോന്നി. കേരള മെഗാസ്റ്റാർ നമുക്ക് ഇയാൾ ഇതിനകത്ത് കഥ കേട്ടിട്ടില്ലെന്ന് തോന്നി. ഇതിനകത്ത് കഥ പറയാൻ വന്നപ്പോൾ ഇയാൾ സാധാരണ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഇയാളുടെ ക്യാരക്ടർ എത്ര നല്ലതാണെന്നോ അത്രയും അതായിട്ട് ഇയാൾ പോയി പടം ചെയ്തോളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇയാൾ ഇവിടുന്ന് എന്തോ കണ്ടോട്ടാ പോയി പടം ചെയ്യുന്ന അറിയത്തില്ല. എനിക്കൊന്നും കഥയൊന്നും കേട്ട് കാണത്തില്ല. ഇയാൾ എനിക്ക് തോന്നി KGF കൈദിയും വിക്രം ഒക്കെ ഇറങ്ങി അതിനകത്ത് ഒരു ഗണ്ണുണ്ടല്ലോ, ആ ഗണ്ണ് കൊണ്ട് ഇങ്ങനെ ആ ഗണ്ണിൻ്റെ ഒരു ഷോട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഇതിനകത്ത് അവിടെ പോയി അങ്ങനെ ഒരു തോക്കും കൊണ്ട് വെടിവെക്കുന്ന സീനുണ്ടെന്നാണ് ഇയാളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇയാൾ ചാടി വീണോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോയി മമ്മൂട്ടി വന്നിരുന്ന് തോക്കെ പിടിക്കുവന്നേ. തോക്കെ പിടിക്കുമ്പോൾ ഈ തോക്കിനകത്ത് ഷോക്കുണ്ട്. ഇയാളിങ്ങനെ ആ യാഷ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഡയറക്ഷനും ആ ഒരു ഇതും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു നല്ല ഷോട്ട് കിട്ടത്തുള്ളൂ. ഇത് ഇയാൾ അവിടെ പോയി ആ തോക്കെ തൊടുമ്പോൾ ഷോക്ക് അടിക്കുക. നമുക്കായിരുന്നു ഷോക്ക് അടിക്കുന്നുണ്ട് കാണിച്ചു വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഷോക്കുണ്ട് തൊടുമ്പോൾ. എനിക്ക് കോമഡി വന്നതെന്ന് പറഞ്ഞാൽ ഈ വെട്ടത്തിനകത്ത് അവസാനം ഒരു ക്ലൈമാക്സ് ഉണ്ടല്ലോ, അതിനകത്ത് ഇയാൾ തൊടുമ്പം എല്ലാവരും കൂടെ വന്ന് ആക്കുന്നില്ല. ആ കറക്റ്റ് അത് തന്നെ മമ്മൂട്ടിയുടെ എക്സ്പ്രഷൻ. അത് കഴിഞ്ഞിട്ട് ഇയാൾ തീക്കകത്തോടെ നടന്നു വരുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ലവ് ട്രാക്ക് ഉണ്ട്. ആർക്കാ അഖിൽ അക്കിനേനിക്ക് ഒരു ലവ് ട്രാക്ക് ഉണ്ട്. അത് കാണുമെന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന് കാണും, അപ്പോഴേ ഇഷ്ടപ്പെടും കേട്ടോ. അതായത് മൈക്രോസ്കോപ്പ് വെച്ച് കണ്ടാൽ പോലും നമുക്ക് മുഖം കാണാൻ പറ്റത്തില്ല. അപ്പോഴേ ഇയാൾക്ക് ഒട്ടത്തിലെ ഇഷ്ടവും അത് ഒരാൾക്ക്. പിന്നെ ഇവർ തമ്മിൽ അങ്ങോട്ട് ഇഷ്ടമുണ്ട്. ഈ പെണ്ണെന്ന് പറഞ്ഞാൽ നാസയിൽ റോക്കറ്റ് വിടുന്ന പൈലറ്റായിട്ട് പോകണമെന്ന് കേട്ടോ. പിന്നെ കാണുന്നില്ല, ആ ശല്യത്തിൻ്റെ പിന്നെ കാണുന്നില്ല. അങ്ങനെ അവിടെ പോയി പിന്നെ റോക്കറ്റും വേണ്ടി ഇതൊന്നും പറ്റും 2-3 പാട്ടും കാണിച്ചിട്ട് അവരെ സൈഡായി മാറുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വരലക്ഷ്മി ഉണ്ട്, വരലക്ഷ്മി ശരത് കുമാർ ഇതിനകത്ത് ഗസ്റ്റായിട്ട് വന്നതാണ്. പക്ഷേ 2-3 സീനിലുണ്ട്, ഒരു 5-6 സീനിലും കണ്ട് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് റോൾ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പം വരലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫീൽഡ് ഔട്ടായി പടം കിട്ടാതെ വീട്ടിൽ ഇരുന്നപ്പോൾ ഇവർ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ വന്ന് 2-3 വട്ടം നടന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 സീനിൽ നടത്തിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇയാൾ മമ്മൂട്ടിയുടെ കുറച്ച് നിരങ്ങി വരൊക്കെ ഉണ്ട് കേട്ടോ. കാണുമ്പോഴേക്കും ഡൂപ്പാണ്. കാരണം കൂടിയും വരാൻ പറ്റാത്ത മമ്മൂട്ടി എന്തോ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അവിടെ പോയി നിരങ്ങി വരുന്ന ഷൂട്ടോ, അത് ഓടി വന്നിട്ട് നമ്മളിലെ ക്രിക്കറ്റ് അടിക്കുമ്പോൾ സ്ലൈഡ് ചെയ്യുന്നതിനോട്ട് നിരങ്ങി വന്നിട്ട് വെടിവെക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ചിരി വരും. കാരണം ഈ ദൂരെ നിന്നൊരു ഷോട്ട് കാണിക്കുന്നുണ്ട്. ദൂരെ നിന്ന് ഷോട്ട് അറിയാവുന്ന ആരോ നിരങ്ങി വരുന്ന കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്തുനിന്ന് ഇയാളുടെ മുഖം കാണിക്കുന്നുണ്ട്. മുഖം എന്ന് പറഞ്ഞാൽ ഈ തുണിക്കകത്ത് ഇയാളെ കിടത്തിച്ചിട്ട് വലിക്കുക. അപ്പോൾ ഇതൊക്കെ വലിക്കുമ്പോൾ നമുക്ക് ആ ഷോട്ട് കിട്ടില്ല. ആ ഷോട്ടിന് വേണ്ടി ഇതിൻ്റെ ട്രിക്കൊന്നും ആർക്കും മനസ്സിലാവത്തില്ലെന്നാണ് വിചാരം. പക്ഷേ ഇതൊക്കെ നമ്മൾ പണ്ടേ ചിന്തിച്ച് നോക്കി കണ്ടെത്തിയത് തന്നെയാണ്. പിന്നെ വേറെ ഒന്നുണ്ട്, അഖിൽ അക്കിനേനി മമ്മൂട്ടി എടുത്ത് തോളെ കയറ്റി വെടിവെക്കുന്നുണ്ട്. അപ്പോഴേ ചതഞ്ഞരിഞ്ഞ് അഖിൽ അക്കിനേനി പോയത്. അപ്പോൾ ഇതുപോലെ തോളെ കയറ്റിയിട്ട് കറങ്ങി വെടിവെക്കുന്നുണ്ട്. അതിനകത്തെന്ന് പറഞ്ഞാൽ 2 ഷോട്ടാണ്. ഒന്ന് ഡൂപ്പിൻ്റെ ഷോട്ട് ബാക്കിൽ നിന്നുകൊണ്ട് കാണിക്കും, പിന്നെ ബാക്കി പകുതി ഷോട്ട് കാലിൽ നിന്നുകൊണ്ട് കാണിക്കും, പിന്നെ മുഖത്ത് ഏതാണ്ട് കസരയിൽ നിന്നുകൊണ്ട് തോളെ ഒരു കാലി ചവിട്ടിക്കൊണ്ട് ഒരു കൊടുക്കണം. അങ്ങനെ 3 ഷോട്ടും കൂടെ എഡിറ്റ് ചെയ്ത് കയറ്റി കറങ്ങുന്നയാക്കി അങ്ങനെ കാണിച്ചു വെക്കുന്നത്. അതും നല്ല ബോറായിട്ടുണ്ട്. ഈ എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചില സീനിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അപകടം ഉണ്ടാവും, ചില സീനിൽ അപ്പുറത്ത് ആൾ ജീവനോട്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ എഡിറ്റിംഗ് കാണിച്ചു വെച്ചേക്കുന്നത്. ഒരു ബോർ എഡിറ്റിംഗ്. ഞാൻ ഈ പടം 3 ദിവസം തന്നെ കണ്ടു തീർത്തേന്ന് പറഞ്ഞാൽ എന്തോ അത് മൊത്തം കാണാൻ പറ്റത്തില്ല. ഞാനിപ്പം ഒരാളുടെ വചനം ഞാനിപ്പോൾ എടുക്കുവാണേ. ഇപ്പം കുംഭമേള നടക്കുമല്ലോ, ഇപ്പം UP വരെ പോകാൻ സമയം, എന്നിട്ട് കുംഭമേളയ്ക്ക് പങ്കെടുക്കാൻ സമയമില്ലെങ്കിൽ ഇപ്പം ഒരു ഐതിഹ്യം ഉണ്ടല്ലോ, ഇപ്പം ഗംഗയിൽ കുളിച്ചാൽ നമ്മളുടെ ഇതെല്ലാം ദുഷ്പ്രവൃത്തി ഇതെല്ലാം മാറും എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇത് ചെയ്യാൻ അങ്ങ് വരെ പോകാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇതുപോലെ ഏജൻറ്റിൻ്റെ ഒരു ഇത് OTT ഇറങ്ങിയിട്ടുണ്ട്. അതിരുന്ന് തുടക്കം തൊട്ട് അവസാനം വരെ, എന്നിട്ട് അടിക്കൊന്നും മുട്ടല് തുടക്കം തൊട്ട് അവസാനം വരെ ക്ഷമയോടെ കാണണം. ഫോണ് ചിലപ്പം എറിഞ്ഞു പൊട്ടിക്കാനൊക്കെ തോന്നും. കാരണം അതുപോലൊക്കെയുള്ള ചിലപ്പോൾ TVക്കകത്ത് നിങ്ങൾ കാണുന്നെങ്കിൽ ചിലപ്പോൾ TV എറിഞ്ഞു പൊട്ടിക്കാൻ തോന്നും. അതൊന്നും തോന്നില്ല, നല്ല ക്ഷമയോടെ ഇരുന്ന് കാണണം. എന്നിട്ടും എനിക്ക് തോന്നുന്നില്ല, ഇതിനും നല്ലത് UP തന്നെ പോയി കുംഭമേളയിൽ പങ്കെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഈ പടം കണ്ട് സമയം കളയില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കണ്ടിരിക്കാൻ പോലും പറ്റാത്ത ഒരു അലവലാതി പടം, അതാണ് ഏജൻറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്. ബൈ.